അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു ഇറാൻ. ഇന്നലെ പുലർച്ചെ സ്വന്തം ഓഫീസിൽ വെച്ച് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിലാണ് ഖമനെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഖമനയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ഇക്കാര്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെ സ്ഥിരീകരണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. إنا لله إنا لله وإنا إليه راجعون. بعد از അങ്ങനെ വൈകാരികമായാണ് അവിടുത്തെ ആയത്തുള്ള അലി ഖമനയെ കൊലപാതകത്തെ സ്റ്റേറ്റ് ടെലിവിഷൻ മാത്രമല്ല അവിടുത്തെ ബഹുഭൂരിപക്ഷം ഇറാനുകളും എടുക്കുന്നത്. ആയിരക്കണക്കിന് ഇറാനുകൾ അവിടെ സിൻജാൻ പ്രവിശ്യയിലടക്കം തെരുവിൽ നിറയുന്നുണ്ട്. അവർക്ക് അമേരിക്കയോടും ഇസ്രായേലോടും പ്രതികാരം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇമാം റസാ ഷ്രൈൻ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രം ചുവപ്പ് നിറത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. അത് അങ്ങേയറ്റം ഒരു ട്രാജഡി ഉണ്ടാകുമ്പോഴാണ് ആ ഷ്രൈൻ അത് ചുവപ്പ് നിറത്തിലേക്ക് മാറുക. അങ്ങനെ ദുഃഖാചരണ ദിവസങ്ങളിലൊക്കെ ആയത്തുള്ള അലി ഖമനയുടെ ദുഃഖത്തിൽ വിലപിക്കുകയാണ് ഇറാൻ. ഖമനയുടെ മൃതദേഹം കണ്ടെടുത്തെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ പൊതുവധിയും പ്രഖ്യാപിച്ചു. 3-അംഗ ഗാർഡിയൻ സമിതിക്കാണ് ഇറാനിലെ താൽക്കാലിക ഭരണ ചുമതല. ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയെ വൈകാതെ തിരഞ്ഞെടുക്കും. ഇതിനോടകം തീരുമാനിക്കപ്പെട്ടതാണ് ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമി. പക്ഷേ ആ അലി ഖമനയുടെ പിൻഗാമിയും ഈ ആയത്തുള്ള അലി ഖമനെ കൊല്ലപ്പെട്ട ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ട് അലി സിൻജാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. അതോ ആയത്തുള്ള അലി ഖമനയുടെ പുത്രനാണോ മുജിത്തബയാണോ പിൻഗാമി എന്ന കാര്യമൊക്കെ സ്ഥിരീകരിക്കണം. ആ ട്രാൻസിഷന് വേണ്ടിയാണ് ഈ 3-അംഗ ഗാർഡിയൻ സമിതി താൽക്കാലിക ഭരണ ചുമതല നൽകിയിരിക്കുന്നത്. ചരിത്രത്തിലെ വലിയ ചെകുത്താൻ കൊല്ലപ്പെട്ടെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഖമനയുടെ മരണത്തിന് ശേഷവും ഇസ്രായേലിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ദുബായിലും കുവൈറ്റിലും വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇപ്പോഴും ഖമനെ കൊല്ലപ്പെട്ടതിൽ ഇറാനിൽ അമേരിക്കൻ വിരുദ്ധ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഖത്തറിലും ബഹ്റൈനിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതാണ് റിപ്പോർട്ട്. ഉറപ്പായും ഗൾഫ് രാജ്യങ്ങളിൽ അതിൻ്റെതായ ആശങ്കയുണ്ട്. ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അല്പസമയം മുമ്പ് അയച്ച മെസ്സേജാണ്. ഞാൻ മോർണിംഗ് ജിം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലുള്ള റോഡിൻ്റെ അപ്പുറമുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇന്റർസെപ്റ്റർ ഡെബ്രിസ് വീണു, ഭയങ്കര സൗണ്ടായിരുന്നു. ദുബായിൽ നിന്നൊരു സുഹൃത്ത് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ജബലലി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും ഈ പറയുന്ന അവശിഷ്ടങ്ങൾ വന്ന് വീഴുന്നു എന്ന് പറയുന്നു. ഇറാൻ തിരിച്ചടി തുടങ്ങി എന്നാണ് പറയുന്നത്. അല്പസമയം മുമ്പ് ടെല്ലവീവിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ടെല്ലവീവിലെ പല ഭാഗങ്ങളും അയൺഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് മിസൈൽ അകത്ത് വീഴുകയും വലിയ നാശം ഇസ്രായേൽ ഇതിനോടകം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വി ദിലീപ് കുമാർ ചെയ്യുന്നു. ദിലീപ്, ഇറാൻ താങ്ങാവുന്നതിനപ്പുറമാണ്. അവർക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവരുടെ 87 മുതലുള്ള അവരുടെ ആത്മീയ നേതാവ് മാത്രമല്ല, അവരുടെ അഡ്മിനിസ്ട്രേഷന്റെയും ഭരണത്തിന്റെയും എല്ലാമെല്ലാം അവരുടെ എല്ലാമായ നേതാവ് കൊല്ലപ്പെട്ടതിൽ ഇറാൻ പ്രകോപിതരാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അവരുടെ തിരിച്ചടി എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇസ്രായേലിനെയാണോ? ദിലീപ്. ഹാഷ്മി, ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ നൽകിക്കഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ വധിച്ചതിന് പിന്നിലുള്ള ശക്തികൾ ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകും എന്നാണ് ഇറാൻ ഇത് സംബന്ധിച്ച് ആദ്യ പ്രതികരണമായി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണം ഏതു ദിശയിലായിരിക്കുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് ഇറാൻ. അതോടൊപ്പം തന്നെ ഇസ്രായേലിലും ആക്രമണം നടത്തിയിരുന്നു. ഇനിയും എന്തായിരിക്കും അവരുടെ ആക്രമണത്തിന്റെ ലക്ഷ്യം? ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ചില വാർത്തകൾ ഖത്തറിൽ ചില സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന വിവരമുണ്ട്. ദുബായിൽ
സ്ഫോടന ശബ്ദം കേട്ടു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇറാന്റെ പ്രത്യാക്രമണമാണോ, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് എന്നത് ഇനി വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയും. ഏതായാലും ശക്തമായി തിരിച്ചടിക്കും, ശക്തമായി ഇതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആയത്തുള്ള അലി ഖമീനി നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ച് അവരുടെ എല്ലാമായിരുന്നു, അവരുടെ ആത്മീയ നേതാവായിരുന്നു, അവരുടെ പരമോന്നത നേതാവായിരുന്നു, അവിടുത്തെ ഭരണകൂടത്തെ നിയന്ത്രിച്ചിരുന്ന നേതാവായിരുന്നു, സൈനിക തലവനായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇറാനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ കുറേ ദശകങ്ങളായി ആയത്തുള്ള അലി ഖമനയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇനി എന്തായിരിക്കും ഇറാന്റെ ഭാവി എന്നതും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി എന്തായിരിക്കും എന്നതൊക്കെ ഇപ്പോൾ തന്നെ ഇതിനകം ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിൻ്റെ പേരിലാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ആ പദ്ധതിയുടെ കാര്യത്തിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. ഏതായാലും ഇപ്പോൾ ഇറാനിൽ 3-അംഗ ഭരണസമിതിയാണ് ഈ മുഴുവൻ കാര്യങ്ങളുടെയും ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭരണ നേതൃത്വം എന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 3-അംഗ സമിതി എന്ന ഇറാന്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് ഒന്ന്. ഇനി ഈ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്. ഖമേനിക്കൊപ്പം ഉണ്ടായിരുന്നോ എന്ന സംശയമാണ് പലരും പറയുന്നത്. ഏതായാലും ഇറാൻ പ്രസിഡന്റ്, ഇറാൻ ജുഡീഷ്യറിയുടെ തലവൻ, മറ്റൊന്ന് അവിടുത്തെ ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള പുരോഹിതർ, ഇവർ 3 പേരടങ്ങുന്ന സമിതിയായിരിക്കും ഇറാനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ യുദ്ധകാലത്ത്. അതേസമയം തന്നെ ഒരു പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ 88-അംഗ സമിതിയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുക്കുക. ആ 88-അംഗ സമിതി എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മതപണ്ഡിതർ അടങ്ങിയ സമിതിയാണ്. ആ സമിതിയായിരിക്കും പുതിയ പരമോന്നത നേതാവിനെ നിശ്ചയിക്കുക. അതിന് ചില ക്രൈറ്റീരിയയുണ്ട് പുതിയ നേതാവിനെ നിശ്ചയിക്കാൻ. അത് ഇസ്ലാമിക പാണ്ഡിത്യമുള്ള ആളായിരിക്കണം, ഭക്തിയുള്ളയാളായിരിക്കണം, സാർവദേശീയ രംഗത്തെക്കുറിച്ചും ദേശീയ രംഗത്തെക്കുറിച്ചുമൊക്കെ വീക്ഷണമുള്ളയാളായിരിക്കണം, പരന്ന വിജ്ഞാനമുള്ളയാളായിരിക്കണം. ഇങ്ങനെ തുടങ്ങി ചില നിബന്ധനകൾ പുതിയ പരമോന്നത നേതാവിനെ സംബന്ധിച്ചുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ആ 88-അംഗ സമിതി പുതിയ പരമോന്നത നേതാവിനെ നിശ്ചയിക്കുക. നമുക്കറിയാം, നേരത്തെ അയത്തുള്ള അലി ഖമൈനിയുടെ മുൻഗാമിയായിരുന്ന അയത്തുള്ള റൂഹുള്ള ഖമൈനി, അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്നാണ് അയത്തുള്ള അലി ഖമൈനിയെ പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. അന്ന് 14-നെതിരെ 69 വോട്ടുകൾക്കായിരുന്നു ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ അദ്ദേഹം ജയിച്ച് പുതിയൊരു പരമോന്നത നേതാവായത്. അതിൽ തന്നെ അന്ന് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിന് നേരത്തെ തന്നെ ഈ ഖൊമൈനിയുടെ ഏറ്റവും അടുത്ത അനുയായിയും ഉറ്റ ശിഷ്യനുമൊക്കെയായിരുന്നു അയത്തുള്ള അലി ഖൊമൈനി. അയത്തുള്ള പദവി ഉള്ളവർക്കാണ് ഈ സാധാരണഗതിയിൽ ഈ പരമോന്നത നേതാവ് നേതൃസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക എന്ന കീഴ്വഴക്കം പോലും അയത്തുള്ള അലി ഖമീനിയുടെ കാര്യത്തിൽ അന്ന് അത് തിരുത്തുന്നതിന് വേണ്ടി നിയമത്തിൽ പോലും ചില തിരുത്തലുകൾ വരുത്തിയിരുന്നു. അത് ഖൊമൈനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടിന് 3 ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച ആ ചട്ടം മാറ്റി എഴുതുകയാണ് ചെയ്തത്. അയത്തുള്ള പദവി ആദ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അയത്തുള്ള അലി ഖമൈനിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അതിന് തൊട്ട് താഴെയുള്ള മറ്റൊരു വിദ്യാഭ്യാസ പഠന ആയിരുന്നു, ആ ബിരുദമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഖൊമൈനി തന്നെ ഇതിൽ അങ്ങനെ അയത്തുള്ള പദവി നിർബന്ധമല്ല, പകരം ഇസ്ലാമിക പാണ്ഡിത്യമുള്ള ആർക്കും പുതിയ പരമോന്നത നേതാവാകാം എന്ന നിലയിലുള്ള ഭേദഗതി കൊണ്ടുവന്നിരുന്നു. പിന്നീട് ആയത്തുള്ള എന്ന ആ പദവി ഇദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തത്. ഏതായാലും അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പരമോന്നത നേതാവിന് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ആ 88-അംഗ സമിതി തെരഞ്ഞെടുക്കുക. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ വേദനയുടെ നിമിഷങ്ങളാണ്, സങ്കടത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇറാനിലെ തെരുവീഥികളിൽ വലിയ ജനക്കൂട്ടം തങ്ങളുടെ പരമോന്നത നേതാവിനെ നഷ്ടമായതിൽ വിലപിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടുമൊക്കെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണിപ്പോൾ ഇറാന്റെ പല ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത്. വാർത്താ ഏജൻസികൾ ആ നിലയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ്. പക്ഷേ ഇറാൻ അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായി അമേരിക്കയുടെ ഒരു ഒരു പാവ സർക്കാർ അവിടെ ഉണ്ടാക്കാൻ അമേരിക്ക വിചാരിച്ചാലും കഴിയുമെന്ന് തോന്നുന്നില്ല. പെനിൻസുലെ പോലെ ഒരു രാജ്യമല്ല ഇറാൻ, അത് തന്നെയാണ് പ്രധാനം. ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി, അവരുടെ 1987 ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത അനുയായി,
1987 മുതൽ 35 വർഷമായി ഇറാന്റെ പരമോന്നത നേതാവ്, സായുധ സംഘങ്ങളുടെ തലവനാണ്. ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകം ഇറാനെ ഉലച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അത് IRGSലും അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിലൊക്കെ വ്യക്തമാണ്. ഇറാൻ ഒഫീഷ്യൽ ടെലിവിഷൻ അത്തരത്തിൽ വളരെ വൈകാരികമായാണ്. മാത്രമല്ല ഇറാൻ ഇറക്കിയ അവരുടെ ഒഫീഷ്യൽ ഉത്തരവിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പേപ്പർ ഇതായി പ്രേക്ഷകരെ കാണുന്നത് ഇമാം അലി ഷ്രൈന് ചുറ്റും കൂടുന്ന ആയത്തുള്ള അലി ഖമനയുടെ ആരാധകർ, ആയത്തുള്ള അലി ഖമനയുടെ അനുകൂലികൾ റിവഞ്ച് ടു അമേരിക്ക എന്നുള്ള, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യണം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആയിരക്കണക്കിനായി വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആയത്തുള്ള അലി ഖമനി അനുകൂലികൾ തെരുവിൽ നിറയുന്നുണ്ട്. അതേസമയം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ, ഫോക്സ് ന്യൂസ് പോലുള്ള മാധ്യമങ്ങൾ ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ ആഹ്ലാദിക്കുന്നു എന്ന മട്ടിലുള്ള ദൃശ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിന്റെ സാധൂകരണം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഈ കാണുന്ന ദൃശ്യങ്ങൾ ടെഹ്റാൻ ടൈംസ് പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ്. അതിന് ചുറ്റും കൂടുന്ന ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇറാന്റെ തെരുവുകൾ, ഇറാൻ ടെലിവിഷൻ ഒഫീഷ്യലി ആയത്തുള്ള അലി ഖമനയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തെരുവുകളിലേക്ക് ഇറങ്ങിയ ആയിരക്കണക്കിന് അനുകൂലികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അതിനിടയിൽ ബഹ്റൈനിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേൾക്കുന്നു പറയുന്നു. ജബലലിയിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ബഹ്റൈനിൽ വീണ്ടും സ്ഫോടനം, ഖത്തറിൽ വീണ്ടും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ എന്ന് പറയുന്നു. മുഹമ്മദ് ആഷിഖ് പറഞ്ഞ ഹാഷ്മി ഖത്തർ വീണ്ടും അടിച്ചിപ്പോൾ എന്ന് പറയുകയാണ്. ബഹ്റൈൻ പൊട്ടി ഡിപ്ലോമാറ്റിക് ഏരിയയിലാണെന്ന് ലിബിൻ അഞ്ഞിലിമൂട്ടിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും അമേരിക്കയുടെ എയർബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെ അതിശക്തമായ ആക്രമണങ്ങൾ വീണ്ടും രാത്രിക്ക് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അത്ര ശക്തമായിരുന്നതിൽ കൂടി വീണ്ടും ശക്തമായി തന്നെ തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.